നമസ്കാരം. തമ്മിൽ അതിർത്തികളില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന രണ്ടു രാജ്യങ്ങൾ. പക്ഷേ ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ സംഘർഷങ്ങളിലൊന്നാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ളത്. ഇറാന് നേരെ അസ്ത്രം പ്രയോഗിക്കാൻ സാഹചര്യം നോക്കിയിരിക്കുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. ഇതിനിടയിലാണ് ഇറാന്റെ പുതിയ ഡ്രോൺ കാരിയറായ ഷാഹിദ് ബഗേരി നാവിക തുറമുഖം മായാബന്ദർ അബ്ബാസിന് തീരത്ത് നങ്കൂരമിട്ടു എന്ന വാർത്തയും പുറത്തു വന്നത്. ഇത് ഇസ്രായേലിന് ഭീഷണിയായേക്കും. ഇരുവശത്തും ആൾനാശം ഉണ്ടാകുന്ന മിസൈൽ വ്യോമാക്രമണങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ആണവശക്തികളാണ് ഇരു രാജ്യങ്ങളുമെന്ന് കരുതപ്പെടുന്നതിനാൽ ഒരു യുദ്ധമുണ്ടാകുന്നത് ആശങ്കയുളവാക്കുന്നതാണെന്ന് ഏവരും സമ്മതിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ എതിർ ആക്രമണങ്ങൾക്കിടയിലും ആണവ കേന്ദ്രങ്ങൾ ഒഴിവാക്കുന്നതായി കാണപ്പെട്ടത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെന്ന് കരുതപ്പെടുന്നു. പക്ഷേ ഇനിയും ഇസ്രായേൽ കാത്തിരിക്കുമെന്ന് തോന്നുന്നില്ല. ഏതു നിമിഷവും എന്തും സംഭവിക്കാം ഇറാന്റെ കാര്യത്തിൽ. അതേസമയം തന്നെ സിറിയയ്ക്കെതിരെയും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. കൂടുതൽ മേഖലകളിലേക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരുന്നു. 10 വർഷത്തിനിടയിൽ സിറിയ നേരിട്ട ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസവും നടന്നത്. അതിശക്തമായ സ്ഫോടനങ്ങളായിരുന്നു ഇസ്രായേൽ സിറിയയിൽ നടത്തിയത്. സ്ഫോടനത്തിന്റെ ശക്തി ഭൂകമ്പത്തിന് തുല്യമായിരുന്നു എന്നായിരുന്നു പിന്നീട് അധികൃതരും പറഞ്ഞത്. ഭൂകമ്പം അളക്കുന്ന റിക്ടർ സ്കെയിലിൽ പോലും ഈ സ്ഫോടനത്തിന്റെ തോത് രേഖപ്പെടുത്തിയിരുന്നു. അത്രത്തോളം ശക്തമായിരുന്നു ഈ ആക്രമണം എന്നാണ് സിറിയൻ അധികൃതരും വ്യക്തമാക്കുന്നത്. സിറിയയിലെ തീരദേശ മേഖലയായ ടോർട്ടസ് ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങളും നടന്നത്. സിറിയയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം ആക്രമണത്തിൽ തകർന്നു. സിറിയയിലെ തീരദേശ മേഖലകളിൽ 2012 ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇന്നലെ നടന്നതെന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഫോടനത്തിന്റെ തോത് റിക്ടർ സ്കെയിലിൽ 3.0 രേഖപ്പെടുത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണം നടത്തിയ സ്ഥലങ്ങളിൽ വൻതോതിൽ ആയുധങ്ങൾ സംഭരിച്ചിരുന്നു എന്നാണ് സ്ഫോടനത്തിന്റെ ശക്തി സൂചിപ്പിക്കുന്നത്. അതിശക്തമായ തോതിൽ സ്ഫോടനം നടക്കുന്നതിന്റെയും മറ്റും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സിറിയയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നയതന്ത്ര പ്രതിനിധികളെ ഇതിനോടകം തന്നെ റഷ്യ നാട്ടിലേക്ക് തിരികെ എത്തിച്ചിരുന്നു. ടോർസ് മേഖലയിൽ റഷ്യയ്ക്ക് 1971 മുതൽ തന്നെ നാവിക കേന്ദ്രം സ്വന്തമായിട്ടുണ്ട്. 2015 സിറിയയിൽ ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്ത് അവരെ അടിച്ചമർത്തുന്നതിനായി റഷ്യൻ സൈന്യം എത്തിയത് ഇതുവഴിയായിരുന്നു. 2017 അസദ് റഷ്യൻ പ്രതിരോധ സേനയ്ക്ക് 49 വർഷത്തേക്ക് ഈ മേഖല പാട്ടത്തിന് നൽകിയിരുന്നു. 2015 മുതൽ സിറിയയിലെ ഫെവിം മേഖലയിൽ റഷ്യയ്ക്ക് വ്യോമസേനാ താവളവുമുണ്ട്. ഇവയ്ക്കെല്ലാം റഷ്യൻ സൈന്യത്തിന്റെ അതിശക്തമായ സംരക്ഷണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി 5 മണിക്കൂറിനിടെ ഇസ്രായേൽ 61 മിസൈലുകൾ തൊടുത്തതായി യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇനി ഇസ്രായേലിന് മുന്നിൽ കാരണങ്ങളൊന്നുമില്ലെന്ന് വിമത നേതൃത്വത്തിന് ചുമതല നൽകിയ ആൾ പറയുകയും ചെയ്തു. എന്തായാലും ഹൂതികൾക്കെതിരെയും ഹമാസിനെതിരെയും സിറിയയ്ക്കെതിരെയും ഇറാനെതിരെയും പോരാടി തന്നെയാണ് ഇസ്രായേൽ ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്.